യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. സ്ത്രീകൾക്ക് മൊത്തം APL BPL കാർഡ് വ്യത്യാസമില്ലാതെ സൗജന്യ യാത്ര നടത്തുന്ന കേരളത്തിലാണ്. എനിക്ക് തോന്നുന്നത് തെലുങ്കാനയിലാണെങ്കിൽ ഔട്ട്സൈഡ് തെലുങ്കാനക്കാർക്ക് പ്രയോജനം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർണാടകത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ BPL കാർഡുകാർക്ക് എന്നാണ് കർണാടകത്തിലെ നിയന്ത്രണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും ഓർഡിനറി ബസ്സിൽ ഇപ്പോൾ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൻ്റെ ആദ്യഘട്ടമായി ആനുകൂല്യം പ്രഖ്യാപിച്ചു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജൂൺ 15-ാം തീയതി ഡേറ്റ് ഇട്ടുകൊണ്ട് ആ തീരുമാനം പ്രഖ്യാപിക്കുകയും ജൂൺ 15-ാം തീയതി തീരുമാനം നടപ്പാക്കുകയും ചെയ്തു. വയോജന വകുപ്പും രൂപീകരിച്ചു. ഈ രണ്ട് വാഗ്ദാനം, മൂന്നാമത്തത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇൻഷുറൻസ് സ്കീമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചർച്ചകൾ നടക്കുക. അതിനെക്കുറിച്ച് ചില മുൻവിധികൾ വന്നിട്ടുണ്ട്. അത് ശരിയല്ല. ഇത് പ്രൈവറ്റിന് മാത്രമാണെന്നൊക്കെയുള്ള മുൻവിധികൾ ശരിയല്ല. അത് കൂടുതൽ വിശദമായ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ട് അത് നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. KSRTC എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായൊരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ആ ഔദ്യോഗിക സംവിധാനമായിട്ടുള്ള KSRTCയിൽ സഞ്ചരിക്കുമ്പോൾ ജനങ്ങളുമായി നല്ല അടുത്ത സൗഹൃദം, അടുത്ത ബന്ധം, ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു നയം വളരെ നല്ലൊരു കാര്യമാണ്. വളരെ അടുക്കും ചുറ്റിയോടും കൂടി KSRTC മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ എല്ലാം വലിയ പിന്തുണ, ജനങ്ങളുടെ വലിയ പിന്തുണയാണ് KSRTCക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബഹുമാന്യനായ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ KSRTC ഒരു സൺസെറ്റ് ഇൻഡസ്ട്രിയാണ്, അതിൻ്റെ ഒരു അസ്തമയം കാണാൻ പോവുകയാണ്. ഇപ്പോൾ അതിൻ്റെ അവസാനമായി എന്ന് കരുതിയ പലരും ഇപ്പോൾ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ജനങ്ങൾക്കും ഈ ഗവൺമെൻറ്റിനും ഏറെ ആഹ്ലാദകരമായ ഒരു കാര്യമാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സൺസെറ്റിൽ നിന്ന് ഒരു പുതിയ സൺറൈസ് ഇൻഡസ്ട്രിയായി അല്ലെങ്കിൽ സർവീസായി KSRTC മാറും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതിനായി എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറ്റൊരു തെറ്റായ ധാരണയും കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നത് ഇവിടുത്തെ യൂണിയനുകളാണ്, ഇവിടുത്തെ ജീവനക്കാരാണ്, അവരാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്ന് കരുതുന്ന ഒരു ചിന്താഗതി എങ്ങനെയോ നമ്മുടെ നാട്ടിൽ പരന്നിരുന്നു. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരെയും തൊഴിലാളികളെയും തൊഴിലാളി യൂണിയനുകളെയും വളരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുക എന്ന ഒരു നയമാണ് ഇതിനകം നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട